പാർത്ഥൻ, നമ്മുടെ മുൻ MLA മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്കെതിരായ എല്ലാ കേസുകളും സുപ്രീം കോടതി റദ്ദാക്കി എന്നൊരു വാർത്ത പുറത്തു വന്നു. സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിനെതിരെ കോഴ വാങ്ങി, +2 സ്കൂളിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നേരത്തെ ഹൈക്കോടതിയിലും തള്ളിപ്പോയ ഒരു കേസാണ്. ഇപ്പോൾ അപ്പീൽ പോയി സുപ്രീം കോടതിയിൽ നിന്നും വടി കൊടുത്തിട്ട് തൊഴുത് അടി വാങ്ങിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എന്താണ് വിശദാംശങ്ങൾ? പ്രശാന്തേട്ടൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. കാരണം +2 കോട്ടയുമായി ബന്ധപ്പെട്ട് +2വിൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് 2014 KM ഷാജി സ്കൂൾ മാനേജ്മെൻറ്റിനോട് കോഴ വാങ്ങി എന്നുള്ളതാണ് കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് അന്ന് നടന്നൊരു സംഭവത്തിൻ്റെ പേരിൽ ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് KM ഷാജിക്കെതിരെ കേസെടുക്കുന്നത്. ആ കേസ് അന്ന് എനിക്ക് തോന്നുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ തോന്നുന്നു അല്ലേ? അതെ, അവസാന കാലഘട്ടം. കൃത്യമായിട്ട് വർഷം ഓർമ്മയില്ല. അതെ, അല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് ഈ കേസ് വരുന്നത്. കേസുള്ള ചർച്ച എടുത്തത്. അപ്പം ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നാകെ KM ഷാജിക്കെതിരായി കൊണ്ട് വലിയ ചർച്ചകൾ സംഘടിപ്പിച്ചു. DYFI അടക്കമുള്ള ആളുകൾ KM ഷാജി അഴിമതിക്കാരനായി മുദ്രകുത്തി ഇഞ്ചി ഷാജി എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നു. വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തെ പരിഹസിച്ചു. ഇഞ്ചി കൃഷി ചെയ്ത ആൾക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടായത്, ഇഞ്ചി കൃഷി ചെയ്താണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം അന്ന് തന്നെ ഷാജി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, തനിക്കെതിരെ വരുന്ന ഏത് അന്വേഷണത്തെയും താൻ സ്വാഗതം ചെയ്യുന്നു, അന്വേഷിച്ചോട്ടെ, ഏത് അന്വേഷണത്തോടും താൻ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വിജിലൻസ് ആണ് ആ കേസ് അന്വേഷിച്ചത്. വിജിലൻസ് കേസ് അന്വേഷിച്ചു. ഏകദേശം 54ഓളം പേരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. 54ഓളം ആളുകൾ മൊഴി രേഖപ്പെടുത്തിയതിലൊരു തമാശ എന്ന് പറയുന്നത്, ഈ 54 ആളും ഷാജിക്കെതിരായിക്കൊണ്ട് പ്രത്യക്ഷത്തിൽ ഒരു മൊഴിയും കൊടുത്തിട്ടില്ല. കാരണം ഇവർ പറയുന്നത് ഇദ്ദേഹം കോഴ വാങ്ങി എന്ന് പറയുന്നത് കേട്ടു, മറ്റുള്ളവർ പറഞ്ഞു കേട്ടു, നേരിട്ട് കണ്ട ഒരാളും, നേരിട്ട് ഇവരോട് പറഞ്ഞ ഒരാളും ഇല്ല. അതായത് കോഴ കൊടുത്തു എന്നുള്ളതിന് പ്രത്യക്ഷ തെളിവുകളൊന്നും, ഒരു തെളിവുമില്ല. സാഹചര്യ തെളിവുകളുണ്ടോ? സാഹചര്യ തെളിവുകളില്ല. കാരണം സാഹചര്യ തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താമല്ലോ. പക്ഷേ സാഹചര്യ തെളിവുകളില്ല, റൂമറുകളാണ്. ഇങ്ങനെ സംഭവിച്ചു, അഭ്യൂഹങ്ങൾ കേട്ടു എന്നുള്ളത് മാത്രമാണ് ഈ 54 പേരും മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ ആരുടെ ഭാഗത്തു നിന്നും ഇദ്ദേഹത്തിനെതിരെ ഒരു മൊഴിയും ഇവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ KM ഷാജി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഇങ്ങനെ തുടർച്ചയായി നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും തന്നെ രാഷ്ട്രീയപരമായി വേട്ടയാടാൻ ഉപയോഗിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഈ കേസ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹർജി സമർപ്പിക്കുന്നു. ഹൈക്കോടതി ഈ കേസ് പഠിച്ച ശേഷം ഈ കേസ് റദ്ദാക്കുന്നു. ഈ കേസ് റദ്ദാക്കിയതിന് തൊട്ട് പിന്നാലെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോവുകയും സുപ്രീം കോടതിയിൽ ഈ കേസ് റദ്ദാക്കിയതിനെതിരെ ഹർജി കൊടുത്ത് ഇത് തുടരന്വേഷണത്തിന് വിധിക്കണം, അതായത് അതിന് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജിയാണ് അവിടെ കൊടുത്തത്. അവിടെ ആ ജഡ്ജിയുടെ പേര് എനിക്ക് തോന്നുന്നു അഭയ സോക്കൻ എന്ന് പറയുന്ന ജഡ്ജിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. അവർ വ്യക്തമായി ഈ കേസ് പഠിച്ചു. ഈ പഠിച്ച ശേഷം ഈ ജഡ്ജി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട്. ഈ കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ കോടതി ശരിവെച്ച ശേഷം കോടതി പറഞ്ഞ ചില കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞത്, ഈ ഒരു കേസിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ടുള്ള യാതൊരു തെളിവുമില്ല. 54 പേരെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയതിൽ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു തെളിവും ലഭിച്ചിട്ടുമില്ല. എന്നിട്ടും ഈ കേസ് ഇനിയും മുന്നോട്ട് തുടരണമെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അത് അപകടകരമാണ്. കാര്യം രാഷ്ട്രീയ വിദ്വേഷം വെച്ചുകൊണ്ട് രാജ്യത്തെ ഏതൊരു രാഷ്ട്രീയ നേതാവിനെതിരെയും അഭ്യൂഹങ്ങളുടെ പുറത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് വേട്ടയാടാനുള്ള ഒരു അവസരമാക്കി ഇത്തരം സംഭവങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അത് സംസ്ഥാന സർക്കാർ ചെയ്യുകയാണെന്നും സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി ഈ കാര്യത്തിൽ സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിജിലൻസിനെ നിങ്ങൾ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്, ഇങ്ങനെയാണോ ഒരു കേസിൽ അന്വേഷണം നടത്തുക എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കി. നല്ല കൊട്ടാണ് കിട്ടിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. കാര്യം ഒരു KM ഷാജിക്കെതിരായി കൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപരമായ ചില വിദ്വേഷങ്ങൾ അല്ലെങ്കിൽ ചില അവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. കാരണം ഈ ഷാജിയുടെ ഒരു പ്രത്യേകത, ഇപ്പം ഞാൻ BJPയിൽ കണ്ട ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാവാണ് KM ഷാജി. വളരെ കൃത്യമായി ഏതൊരു നേതാവിനെയാണോ ആ നേതാവിനെതിരെ
കൃത്യമായി പേരെടുത്ത് വിമർശിക്കും. പിണറായി വിജയനെ ഇങ്ങനെ വിമർശിച്ചൊരു UDF നേതാവ് ഉണ്ടോ എന്ന് പോലും സംശയമാണ്. കൃത്യമായി വിമർശിക്കുകയും പേരെടുത്ത് പറഞ്ഞ് വെല്ലുവിളിക്കുകയും പിണറായിയുടെ പിന്നെ ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസുകളിലടക്കം ഒരുപാട് തവണ ശക്തമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉന്നയിച്ചത്. കീറി മുറിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഞാൻ പലപ്പോഴും കഴിഞ്ഞ നിയമസഭാ കാലയളവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഷാജി പ്രസംഗിക്കാൻ എണീറ്റാൽ, MLA എന്നുള്ള നിലയ്ക്ക് എണീറ്റാൽ ഈ പ്രസ് ഗാലറിയൊക്കെ ഇങ്ങനെ കാത് കൂർപ്പിച്ച് വളരെ ശ്രദ്ധയോടെ ഇരിക്കും. കാരണം ഷാജി എന്താ പറയാൻ പോകുന്നതെന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ സമയത്ത് തന്നെ ആ ഭരണപക്ഷ ബെഞ്ച് സത്യം പറഞ്ഞാൽ ഷാജി എണീക്കുമ്പം അവരൊന്ന് ഒലയും, ഉള്ളുലയും. ഷാജിയെ അത്ര പേടി അവർക്കുണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി കാര്യങ്ങൾ പറയും. മാത്രമല്ല ചാട്ടുരു പോലത്തെ വാക്കുകളാണ്. അത് ഏതൊരു മനുഷ്യനെ സ്വാധീനിക്കും. അദ്ദേഹം എവിടെയെങ്കിലും വന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കാതെ ആളുകൾ, രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ കൂടുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും KM ഷാജിയുടെ പ്രസംഗമുണ്ട് എന്ന് പറയുമ്പോൾ പല BJP പ്രവർത്തകരും CPM പ്രവർത്തകർ പോലും പറയുന്നത് എന്നാ പിന്നെ ഷാജി വന്നിട്ട് പോവാം, ആരാണ് സംസാരിക്കുന്നത്, ഷാജിയെ കേട്ടിട്ട് പോവാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിലൊരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഷാജിയോട് വലിയ ബഹുമാനമുണ്ട്. കാരണം അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട്. ഇത്രയധികം ഒരു വിഷയത്തിൽ സ്ട്രോങ് ആയി സംസാരിക്കുന്ന നേതാവിനെ ആളുകൾക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. പക്ഷെ അത് CPM-ന് തീരെ പിടിച്ചിട്ടില്ല. അതായത് CPM-ന്റെ നേതാക്കന്മാർക്ക് തീരെ പിടിച്ചിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ഒരു കേസ് വന്നത് എന്നത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പൊ വന്ന സുപ്രീം കോടതിയുടെ വിധി. അന്ന് തന്നെ ഷാജി പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ വേട്ടയാടലുകളാണ്, ഇതിനൊക്കെ മറുപടി പറയിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഈ ഷാജിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച സൈബർ സഖാക്കന്മാർ, സൈബർ പേജുകൾ, സൈബർ ഗ്രൂപ്പുകൾ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ പോരാളികൾ, ഇവരൊക്കെ എന്ത് അസംബന്ധങ്ങളാണ് ഷാജിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് തെളിയിക്കുന്ന കൃത്യമായ കോടതി വിധി ഇന്ന് വന്നിരിക്കുന്നു. അതിനോടൊപ്പം വേറൊരു വിധിയും കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അതായത് ഷാജിക്കെതിരെ കള്ളപ്പണ ആരോപണം ഉപയോഗിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു റെയ്ഡും ഒപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് പണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ആ കേസും റദ്ദാക്കിയിരുന്നു. ആ കേസ് റദ്ദാക്കിയതിനെതിരായിക്കൊണ്ടുള്ള ED-യുടെ അപ്പീലിൽ സുപ്രീം കോടതി ആ കേസും റദ്ദാക്കി. ഒരേ ദിവസമാണ് രണ്ടും പരിഗണിച്ചത്. അടി കിട്ടി. ഒരേ സമയമാണ് ഇത് റദ്ദാക്കിയത്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഈ ED അന്വേഷണ ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് റെയ്ഡ് നടത്തുമ്പോൾ മാധ്യമങ്ങളൊക്കെ KM ഷാജിയുടെ വീടിന് പുറകിൽ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട്. ആ സമയം ഒരു കപ്പ് കാപ്പിയോ ഒരു കപ്പ് ചായയോ എന്തോ ആയി ഒരു കപ്പിൽ പിടിച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ കൂളായി നിന്ന് പത്രം വായിച്ച് കാപ്പി കുടിക്കുന്ന KM ഷാജിയെ കണ്ടിട്ടു. അത് അവരുടെ ഡ്യൂട്ടി, അവർ ചെയ്തോട്ടെ, അവരെന്താണ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് കാപ്പി കുടിച്ച് ഇരുന്നിരിക്കുന്ന സിമ്പിളായി നിൽക്കുന്ന ഷാജിയെ ഞാൻ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിനുശേഷം അദ്ദേഹം ഈ റെയ്ഡൊക്കെ കഴിഞ്ഞപ്പോൾ റെയ്ഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരോടൊക്കെ വളരെ ഈ പിന്നെ കൂളായി സംസാരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം പത്രക്കാരോട് പറഞ്ഞു ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം, എന്റെ കയ്യിൽ എന്തെങ്കിലും പണമുണ്ടെങ്കിൽ അതിന് കൃത്യമായ സോഴ്സ് ഉണ്ട്, അത് എനിക്ക് തെളിയിക്കാൻ പറ്റും എന്ന് കൃത്യമായി പറഞ്ഞു. എന്റെ കയ്യിൽ കള്ളപ്പണമില്ല. അത് വളരെ കൃത്യമായി ഷാജി ആ സമയത്ത് തന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പക്ഷെ ED അന്വേഷണമായി മുന്നോട്ട് പോയി. EDക്കും പറഞ്ഞതുപോലെ ഇത് കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ല. സോഴ്സ് ഷാജി ഹാജരാക്കി. അതുപോലെ തന്നെ ഷാജിയുടെ ഏതെങ്കിലും തരത്തിൽ ഷാജിക്ക് കള്ളപ്പണം വരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഷാജി കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നോ എന്നുള്ള ഒരു തെളിവും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഹാജരാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കഴിഞ്ഞില്ല. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെയും സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് വളരെ ചെറിയ ഒരു ഇതാണ്, അത് റദ്ദാക്കിയത് എന്നുള്ളൂ. പക്ഷേ സംസ്ഥാന സർക്കാരിനാണ് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് അന്വേഷണമാണ് നടത്തുന്നത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. നിങ്ങൾ ഇത്തരത്തിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇവിടെ നിരപരാധിയെ വേട്ടയാടിയിരിക്കുകയാണ്, തീർച്ചയായും ഇങ്ങനെ ജീവിക്കാൻ കഴിയുമോ എന്നടക്കം സുപ്രീം കോടതി ചോദിച്ചു. അപ്പോ സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും വിജിലൻസിന്റെയും തലയിൽ കിട്ടിയ അടിയാണ്, ഒപ്പം സൈബർ പോരാളികൾക്കും കിട്ടിയ അടിയാണ്. എന്തായാലും ഈ വിധിയോടുകൂടി KM ഷാജിയുടെ ഗ്രാഫ് ഒന്നുകൂടി ഉയർന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും.